കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 124-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. റോമ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. തുടർന്ന് ഇന്ന് 18 മുതൽ 25 വരെ, അതായത് ആ അധ്യായം ചിന്തിച്ച് തീരണം. അതിനുശേഷം 5-ാം അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു വാക്കിൽ നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് AWI അതിൻ്റെ ഓപ്പണിംഗ് സെറിമണി ഭംഗിയായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരു വാക്കിൽ നന്ദി പറയുന്നു. അടുത്ത ഒരു വർഷം ദൈവവചനം പഠിക്കുവാൻ ഏകദേശം 60ഓളം സ്റ്റുഡൻസ് അതിൽ ചേർന്നിരിക്കുന്നു. 25-ലേറെ സ്റ്റുഡൻസ് അമേരിക്കയിൽ നിന്ന് തന്നെ ചേർന്നിട്ടുണ്ട്. ബാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ശക്തന്മാരായി ഈ സത്യസുവിശേഷം റൈറ്റ്ലി ഡിവൈഡ്, ഈ സത്യസുവിശേഷം, ഈ ഗ്രേസ് ഗോസ്പൽ പ്രസംഗിക്കുവാൻ ദൈവം അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാം അറിയുന്ന പോലെ മെയ് 20, 21 തീയതികളിൽ ക്രമീകരിച്ചിരിക്കുന്ന റൈറ്റ് ഡിവിഷൻ ബൈബിൾ സെമിനാർ കോഴഞ്ചേരിയിൽ മാരാമണ്ണ് മർത്തോമ റിട്രീറ്റ് സെന്ററിൽ നടക്കുന്ന റൈറ്റ് ഡിവിഷൻ സെമിനാറിലേക്കും എല്ലാവരും വന്നു ചേരുവാൻ, അതിൻ്റെ ഫോം രജിസ്ട്രേഷൻ ചെയ്യാൻ ബാക്കിയുള്ളവർ അത് എത്രയും പെട്ടെന്ന് ചെയ്യുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. ദൈവം അതൊരു വലിയ അനുഗ്രഹമാക്കി തീർക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, എല്ലാ ശനിയാഴ്ചയും 6 മണിക്ക് നമ്മൾ ഈ പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ വൈറ്റിലയിൽ, എറണാകുളത്ത് വൈറ്റിലയിൽ എളംകുളം പള്ളി, അതായത് ഫാത്തിമ മാതാ കാത്തലിക് ചർച്ച്, അതിന്റെ ആ മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നു. എൽദോ വർഗീസ് ബ്രദറും ഡോക്ടർ ചെറിയാൻ കുര്യനും ചേർന്ന് നയിക്കുന്ന ആ ബൈബിൾ ക്ലാസ്സിൽ ബ്രദർ എൽദോ വർഗീസ് വചനം ശുശ്രൂഷിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൽ എറണാകുളത്ത് നിന്നുള്ളവരൊക്കെ അതിൽ പോയി പങ്കെടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. ആ ഭാഗത്തുള്ളവരെല്ലാം ആ ബൈബിൾ ക്ലാസ്സിൽ ചെന്ന് ചേരുവാനും അത് അനുഗ്രഹമാക്കി തീർക്കുവാനും ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരെയും നമ്മൾ ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ കാണത്തില്ല. അവരൊക്കെ ആ എറണാകുളത്തെ ലൈവ് ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് വൈറ്റിലയിൽ നടക്കുന്ന എളംകുളം പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയിലും 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് അവിടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 4-ാം അധ്യായത്തിൽ ഇനി അധികം നിൽക്കേണ്ടുന്ന ആവശ്യം ഇല്ല. 2 ദിവസമായിട്ട് നമ്മൾ വളരെ കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ടിടയായി. മാക്സിമം അതിൽ നിന്ന് ടേക്ക് അവേ എന്താണ് ആ ഒരു അധ്യായത്തിൽ നിന്ന് ദൈവം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും 2 ക്ലാസ്സിൽ കൂടി ഇടയായി. ഇനിയും അതിൽ ഞാൻ അധികം നിൽക്കുന്നില്ല. 5-ാമത്തെ അധ്യായത്തിലേക്ക് കൂടി ഇന്ന് കടക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ആമുഖമായിട്ട് ഓർപ്പിച്ച് ആ വിഷയത്തിലേക്ക് വരാം. നമുക്കെല്ലാവർക്കും അറിയാം, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നിരുന്നാലും നമ്മളെ പലരും പുതുമുഖങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ട്, പലരും പുതുതായിട്ട് ഈ ബൈബിൾ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അപ്പൊ അത് കാരണം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് പലർക്കും പുതുതായിട്ട് വരുന്നവർക്ക് അനുഗ്രഹമാകിയാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാകുന്നത് കൊണ്ട് ഞാൻ അതൊന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് റോമാലേഖനമാണ് നമ്മുടെ ക്രിസ്ത്യൻ ഉപദേശങ്ങളുടെ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ ഡോക്ട്രിൻ എന്ന് അറിയപ്പെടുന്നതെങ്കിലും അതിൽ നിന്നും അനേകർ ഉപദേശം എടുത്തിട്ടില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിലും ഒക്കെയാണ് നമ്മുടെ അടിസ്ഥാനം നിൽക്കുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു. പൊതുവെ നമ്മൾ ഈ ഡോക്ട്രിനൽ വിഷയങ്ങൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിനെ ഒരു ഡോക്ട്രിനൽ വിഷയം അംഗീകരിക്കുമ്പോൾ 4 മാനദണ്ഡങ്ങളാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമതായിട്ട്, പഴയ നിയമത്തിൽ ആ വിഷയത്തെക്കുറിച്ച് എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. രണ്ടാമതായിട്ട്, യേശു ക്രിസ്തു ആ വിഷയം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. മൂന്നാമതായിട്ട്, തൻ്റെ 12 അപ്പോസ്തലന്മാര് ആ വിഷയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, പ്രാബല്യത്തിൽ നടത്തിച്ചിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കും. 4-ാമതായിട്ട്, പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉപദേശം പഴയ നിയമവുമായിട്ട് എവിടെയെങ്കിലും വചനത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് കോൺട്രാഡിക്ടറി ആവുന്നുണ്ടോ എന്ന് നോക്കും. ഈ 4 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഉപദേശമായിട്ട് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ,
സ്നാനത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ആ ചെങ്കടൽ കടന്നത് സ്നാനത്തിനൊരു മുൻകുറിയായിരുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിപാദ്യം സ്നാനം എന്ന വിഷയത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു അത് ഫോളോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ സ്നാനം സ്വീകരിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ കൈകീഴ് സ്നാനമേൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12 അപ്പോസ്തലന്മാർ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവർ 12 പേരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് അലംഘനീയമായ കൽപ്പനയായിട്ട് ദൈവം കൊടുത്തിരുന്നു. അവരുടെ ഗ്രേറ്റ് കമ്മീഷൻ അല്ലെന്നുണ്ടെങ്കിൽ മഹാദൗത്യം, ലോകമെമ്പാടും പോയി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനായിട്ട് അവർക്ക് മഹാദൗത്യം എന്ന കൽപ്പന ദൈവം കൊടുത്തിരുന്നു. അലംഘനീയമായ കൽപ്പനയാണ്. അതുകൊണ്ട് അവരത് ചെയ്തിരുന്നു, അത് അവർ പഠിപ്പിച്ചിരുന്നു. 3 കാര്യങ്ങൾ ഒത്തുവരികയാണ്. നാലാമതായിട്ട്, ഏതെങ്കിലും ഭാഗത്ത് ഈ സ്നാനവുമായിട്ട് കോൺട്രാഡിക്ടറി ആവുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കോൺട്രാഡിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് സ്നാനം എന്ന് പറയുന്ന ഒരു ഉപദേശം ക്രിസ്തീയ ലോകം മുഴുവനും, എല്ലാ ക്രിസ്തീയ സഭകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉപദേശമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ അത് 4ഇടത്തും ടിക്കാണ്. ആ ചെക്ക് ബോക്സ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. കാര്യം എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉപദേശങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നവരും ഞാൻ ഈ പറയുന്നത് ഫോളോ ചെയ്യുന്നവരും ഒരു സത്യം മനസ്സിലാക്കിയിരിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ ഒരു മാർഗം പഴയ നിയമത്തിലെങ്ങും പറഞ്ഞിരുന്നൊരു ഉപദേശമല്ല. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് ഒരു പ്രതിപാദ്യവും നിങ്ങൾക്ക് കാണത്തില്ല. ഒന്നാമത്തെ ക്രൈറ്റീരിയ തെറ്റിപ്പോയി. കാര്യം ഇത് പഴയ നിയമത്തിൽ എങ്ങും പറയത്തില്ല. പഴയ നിയമത്തിൽ ഇത് മറിഞ്ഞിരുന്ന മർമ്മമാണ്, ഒരു മനുഷ്യർക്കും അറിയാവുന്ന കാര്യമായിരുന്നില്ല. 2, കർത്താവായ യേശു ക്രിസ്തു ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് ഇതിനെക്കുറിച്ച് ABCD ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. കാര്യം ഈ ഒരു വിഷയം രഹസ്യമായിരുന്ന കാര്യമാണ്. കർത്താവ് ഈ ലോകത്തിൽ വന്നത് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കാനോ, ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കാനോ, ക്രിസ്ത്യാനികളെ തിരഞ്ഞെടുക്കാനോ, അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിന്റെ ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കാനോ അല്ല. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവ് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. കർത്താവ് ഈ വിഷയം പഠിപ്പിച്ചിട്ടില്ല. 12 അപ്പോസ്തലന്മാര്, മൂന്നാമതായിട്ട് നോക്കുമ്പോൾ 12 അപ്പോസ്തലന്മാര് ഈ ക്രിസ്തീയ ഉപദേശങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? 12 അപ്പോസ്തലന്മാർക്ക് ക്രിസ്തീയ ഉപദേശം എന്താണെന്നേ അറിയത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവര് ജനിച്ചത് യഹൂദനായിട്ടാണ്, അവര് ശുശ്രൂഷിച്ചതും ജീവിച്ചതും യഹൂദനായിട്ടാണ്, മരിച്ചതും യഹൂദനായിട്ടാണ്, അവർ ഉയർത്തെഴുന്നേൽക്കുന്നതും യഹൂദനായിട്ടാണ്, നിത്യതയിൽ ജീവിക്കാൻ പോകുന്നതും യഹൂദനായിട്ടാണ്. അവർക്ക് ഈ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഒരു ബന്ധവുമുള്ള ആൾക്കാരല്ല. പക്ഷെ നമ്മൾ അവരെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയിരിക്കുക. കാര്യം നമുക്ക് ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് മനസ്സിലാകാതെ ആദ്യ കാലങ്ങളിൽ തന്നെ, ഈ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടുകളിൽ തന്നെ, 2-3 നൂറ്റാണ്ടുകളിലൊക്കെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ നാം ഈ ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് അമ്പേ പരാജയപ്പെട്ട് മാറിപ്പോയി. ഇതിന്റെ അടിസ്ഥാന റൂട്ടിൽ നിന്നും നാം ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമായിരുന്നു അതിൽ നിന്ന് ഒത്തിരി ഡീവിയേറ്റ് ചെയ്തു പോയി. സത്യത്തിൽ സാത്താൻ വളരെ ശക്തമായിട്ട് ഡീവിയേറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ നാം സത്യമാർഗം എന്താണെന്ന് അറിയാതെ പോയിരിക്കുക. ഈ 12 അപ്പോസ്തലന്മാരുടെ മേൽ, പള്ളിയുടെ മേൽ നമ്മൾ പള്ളി പണിതിട്ട് സെയിന്റ് പീറ്റേഴ്സ്, സെയിന്റ് തോമസ്, സെയിന്റ് ജോൺ, സെയിന്റ് ജെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ എല്ലാവരെയും ആരാധ്യ പുരുഷന്മാരായിട്ട് അവരുടെ അടിസ്ഥാനത്തിന്മേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നാം വിശ്വസിച്ചിരിക്കുക. ആക്ച്വലി ഇതൊന്നും അവരുമായിട്ട് യാതൊരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല. അവർക്ക് ഇതിനെക്കുറിച്ചോട്ട് അറിയത്തുമില്ല. ഞാനിത് പറയുമ്പോൾ ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഈ ചാനൽ മാറ്റിയിട്ട് ഇദ്ദേഹം എന്തൊക്കെയോ പറയുന്നു, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതല്ല, നമ്മൾ പഠിച്ചതുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മാറിപ്പോകും. ഈ ചാനൽ പോലും കേൾക്കത്തില്ല. അതുമാതിരി 99.5% ക്രിസ്ത്യാനിറ്റിക്ക് ഈ കാര്യം മനസ്സിലാകാതെ പോയിരിക്കുക. അതുകൊണ്ട് തന്നെ ഡോക്ടറിനൽ പുസ്തകമാണ് റോമാലേഖനം എന്ന് പറയുന്നെങ്കിലും അതിൽ നിന്നൊന്നും ഡോക്ടറിനെ എടുത്തിട്ടില്ല. അവിടെ എന്താ നടന്നതെന്ന് പലർക്കും മനസ്സിലായിട്ടേ ഇല്ല, എന്താണ് ഈ റോമാലേഖനത്തിൽ പറയുന്നത് തന്നെ. നാലാമതായിട്ട്, ഈ പുസ്തകങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇതെന്തെങ്കിലും കോൺട്രാഡിക്ടറി ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി അടുത്ത് കോൺട്രാഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യാക്കോബ് പറയുന്നത് എന്താണ്, പൗലോസ് പറയുന്നത് എന്താണ്, ഇതെല്ലാമായിട്ട് കോൺട്രാഡിക്ഷൻ ഉണ്ട്. നിറയെ കോൺട്രാഡിക്ടറി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഒരു ഉപദേശമല്ല, ഇത് ശരിയല്ല എന്ന് അവർ എഴുതി അങ്ങ് തള്ളും. ഇതാണ് ഇവിടെ നടക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്യങ്ങളാണെങ്കിൽ 1-2 വാക്യങ്ങളൊന്ന് കാണിച്ച് ഞാൻ ആ കാര്യം നമ്മളെ പുതുതായിട്ട് ശ്രദ്ധിക്കുന്നവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടൊന്ന് വായിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. റോമാലേഖനം 16-ാം അധ്യായം, നമ്മൾ ഈ പഠിക്കുന്ന പുസ്തകത്തിന്റെ തന്നെ 16-ാം അധ്യായം 25-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം.
മലയാളത്തിലെ പരിഭാഷയിലൊക്കെ ഒത്തിരി ഒത്തിരി എന്താ പറയുന്നത് വേണ്ടുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. ഭയങ്കരമായിട്ട് ഈ സത്യത്തിൽ എന്താണ് KJV ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് എത്രമാത്രം മാറിപ്പോയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷിൽ കണ്ടില്ലയോ, നൗ ടു ഹിം ദാറ്റ് ഈസ് ഓഫ് പവർ ടു സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. പോൾ പറയാണ് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് സിൻസ് ദ വേൾഡ് ബിഗാൻ. ഉലകം സ്ഥാപിച്ചപ്പോൾ മുതൽ സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് അത്. അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി, അതായത് മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ചുള്ള സുവിശേഷം. ഈ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരിച്ചുള്ള സുവിശേഷം അല്ല ഇന്ന് ക്രിസ്ത്യാനി ഫോളോ ചെയ്യുന്നത്. ഇന്ന് ക്രിസ്ത്യാനി ഫോളോ ചെയ്യുന്നത് കർത്താവ് ഇസ്രായേലിൽ യെരൂശലേമിൽ ജനിക്കുകയും ബേത്ലഹേമിൽ ജനിക്കുകയും കർത്താവ് യെരൂശലേമിൽ മരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ പറഞ്ഞിരിക്കുന്നതും പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും. കണ്ടില്ലേ, പവർ ടു സ്റ്റാബ്ലിഷ് യു അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ ആൻഡ് ദ പ്രീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി. ഇത് നമുക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്താണ് നമ്മൾ അറിയാതെ പോകും. കൊലോസി ലേഖനം 1:26 കാണിക്കാം. അവിടെ പറയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് മറഞ്ഞിരുന്ന മർമ്മമ. ഈവൻ ദ മിസ്റ്ററി വിച്ച് ഹാഡ് ബീൻ ഹിഡ് ഫ്രം ദ ഏജസ് ആൻഡ് ഫ്രം ജനറേഷൻസ് ബട്ട് നൗ ഈസ് മെയ്ഡ് മാനിഫെസ്റ്റ് ടു ദ ഹിസ് സെയിന്റ്സ്. മനസ്സിലായോ? ഇത് മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. ഇത് എങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്? കർത്താവ് പറയാ, ഇത് ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൽ മറഞ്ഞിരുന്നതും അത് വെളിപ്പെടുത്തുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു അപ്പോസ്തലനെ വിളിച്ച് ആ അപ്പോസ്തലനിൽ കൂടെ ഇതിന്റെ മർമ്മം 10-25 വർഷം കൊണ്ട് 10-35 വർഷം കൊണ്ട് ഇത് വെളിപ്പെടുത്തിയിരിക്കുക. അദ്ദേഹത്തിന് മുൻപ് ഈ കാര്യം അറിയാവുന്നത് ഈ സൂര്യന്റെ കീഴിൽ ഒരു മനുഷ്യനും ഇല്ല. ഈ ഭൂലോകത്തിൽ ഉലകത്തിൽ മണ്ണിന്റെ മേലെ നിൽക്കാൻ ഒരു മനുഷ്യനും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങൾ അറിയാവുന്നേ. അത് ദൈവമാ പറയുന്നത്. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമായിരുന്നു എങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അതിന്റെ 5-ാം വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവിടുന്ന് മാറാം. എഫേസ്യ ലേഖനം 3-ാം അതിന്റെ 5-ാം വാക്യം അവിടെ പറയാണ് ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇത് മനുഷ്യർക്ക് അറിയായി വന്നിരുന്ന ഒരു കാര്യമേ അല്ല. ഇത് ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും എന്ന് പറയുന്നത് സഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന 2 പൊസിഷൻസാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടു വരിക, അല്ലാതെ കർത്താവിന്റെ കൂടെ നടന്ന 12 അപ്പോസ്തലന്മാര് കർത്താവിൽ നിന്ന് പഠിച്ചെടുത്തതോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാര് ആലോചന ദൈവം കൊടുത്തിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യമോ അല്ല ഈ പ്രതിപാദിക്കുന്നത്. എഫെസ്യയിലെ സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയിൽ ദൈവമാക്കി വയ്ക്കുന്ന ദൈവിക ശുശ്രൂഷകളാണ്. അവരോട് അപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അന്യഭാഷകളിൽ അവർ സംസാരിക്കുക സഭയിൽ. അത് സഭയിൽ വ്യാഖ്യാനിക്കുക. ഇതൊരു വലിയ വലിയ മർമ്മമാണ്. ഇത് എന്താണെന്ന് ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. കംപ്ലീറ്റ് ആട്ടപ്പടലം നമ്മൾ ഈ സത്യമാർഗത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുക. ഇതുകൊണ്ടിന്ന് റോമാലേഖനം ആണ് നമ്മുടെ അടിസ്ഥാന ഉപദേശം എന്നൊക്കെ പറയുന്നതല്ലാതെ ഒരുത്തർക്കും ഇതിന്റെ അടിസ്ഥാന ഉപദേശം എന്താണെന്നൊന്നും വലിയ പിടിയില്ല. പിന്നെ അങ്ങനെ എല്ലാവരും പറയുന്നു, ഞാനും അങ്ങനെ പറയുന്നു, അങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ ഉപദേശം മുഴുവനും പഴയ നിയമത്തിലും 4 സുവിശേഷങ്ങളിലും ഒക്കെ ആയിട്ട് ആയിരിക്കുകയാണ്. ആ ഉപദേശങ്ങളെ അറിയിക്കാൻ എഴുതിയ എഴുത്തുകളാണ് റോമാലേഖനം മുതലുള്ള ബാക്കി എഴുത്തുകൾ. ആ രീതിയിലാണ് ഇതിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ട്രാജഡി എന്ന് പറയുന്നത്, മരിച്ചു പോയെന്ന് വിചാരിച്ചോ, തീർന്നു, അവിടെ വെച്ച് കാര്യം തീർന്നു. പിന്നൊരു തിരിച്ചു വരവില്ല. പിന്നെ നമുക്കൊരു ക്രമീകരണം വരുത്താൻ കഴിയത്തില്ല. അവിടെ വെച്ച് നമ്മൾ തീർന്നു പോവുകയാണ്. യു ആർ ഡൺ, ഫിനിഷ്. മനസ്സിലായോ? നമുക്ക് ഈ കാര്യങ്ങളെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ, വാസ്തവമായിട്ട് നമ്മൾ അറിയേണ്ട രീതിയിൽ ഇതിനെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. ഇവിടെ നിന്ന് നമ്മളിത് മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും.
എല്ലാ സകല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുക. ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊന്നും ഇവിടെ ചെയ്ത് നേടേണ്ടെന്ന് ആവശ്യമില്ലാത്ത രീതിയിൽ അനുഗ്രഹീതമായ രീതിയിൽ ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനെ മനസ്സിലാക്കുവാൻ ക്രിസ്ത്യൻഡത്തിന് ഈ അന്ത്യകാലത്തെങ്കിലും ഈ പിടിവാശിയും ഈ പാരമ്പര്യവും ഒക്കെ ഒന്ന് വിട്ടുകളഞ്ഞിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരെയും ജയിക്കുവാനോ തോപ്പിക്കുവാനോ അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഞങ്ങൾക്ക് രക്ഷയ്ക്ക് താല്പര്യമില്ല, നരകത്തിലേക്ക് പോകുന്നതിനോടാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെവർ മൈൻഡ്, യു ക്യാൻ പ്രൊസീഡ്, യു ക്യാൻ സ്റ്റേ വെയർ യു ആർ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക. വളരെ അനുഗ്രഹീതമായ ഈ കാലഘട്ടം പോലെ ഉലകം സ്ഥാപിതമായതിനു ശേഷം ഇതുപോലൊരു കാലഘട്ടമില്ല. വളരെ നിസ്സാരമായിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാവുന്ന ഒരു അനുഗ്രഹീത കാലഘട്ടത്തിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. റോമാലേഖനത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ വരിക. 4-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കേണ്ടുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തിയാലല്ല നീതീകരണം, അത് വിശ്വാസത്താൽ ആണെന്ന് അസന്നിഗ്ധമായിട്ട് നമുക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. റൈച്ചിയസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ഇതിന്റെ കീ വേഴ്സസ് എന്ന് പറയുന്നത്. ഈ റോമാലേഖനം മുഴുവനും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് റൈച്ചിയസ് വിൽ ലിവ് ബൈ ഫെയ്ത്ത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ഇതിന്റെ ഒരു കീ വാക്യം എന്ന് പറയുന്നത്. 4-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 12 വരെ നമ്മൾ കണ്ടത് പരിച്ഛേദനയാലല്ല നീതീകരണം നടക്കുന്നത്. 13 മുതൽ 17 വരെ ന്യായപ്രമാണത്താലുമല്ല നീതീകരണം നടക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ദൈവം നിവർത്തിച്ചിരിക്കുന്ന ആ വിശ്വാസത്താൽ മാത്രം നാം ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ടെന്ന് ആവശ്യമില്ലാത്ത വണ്ണം ദൈവം സകലതും ചെയ്തിരിക്കുക. തന്റെ മഹോന്നതനായ പുത്രൻ, പരിശുദ്ധനായ ദൈവത്തിന്റെ മഹോന്നതനായ പുത്രൻ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കാൽവറിയിൽ അത് നിവർത്തിച്ചിരിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുകയല്ല, നമ്മളോട് അത് ചെയ്തതിന് ശേഷം ഇവനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുകയല്ല. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ ഇനി ഒന്നിൻ്റെയും ബാക്കിയില്ല. നാം അതിൽ ആഴമായിട്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ നാം രക്ഷിക്കപ്പെടുക. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീഡിയോയിൽ യൂട്യൂബിൽ അവൈലബിൾ ആയതിനാൽ ഞാൻ അതിന് റീക്യാപ്പിന് സമയമെടുക്കുന്നില്ല. നേരെ പ്രൊസീഡ് ചെയ്യാണ്, മുന്നോട്ട് വായിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെ ചിന്തിക്കുന്നത് ഈ വിഷയത്തിൽ അബ്രഹാമിനെ എങ്ങനെ മാതൃകയാക്കാം എന്നുള്ളൊരു വിഷയമാണ് അവിടെ പറയുന്നത്. അവിടെ നിന്ന് അധികം ടേക്ക് അവേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് വായിച്ച് 5-ാമത്തെ അധ്യായത്തിലേക്ക് കയറുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിലെ കാതലായ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ 1-2 വാക്യങ്ങളൊന്ന് കാണിച്ച് നിങ്ങളുടെ ആ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് അതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അങ്ങനെ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. 4-5 വാക്യങ്ങൾ പറയുന്നു, എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. പ്രവർത്തിക്കല്ല എന്ന് പറയുക, പ്രവർത്തിയാലല്ല നീതീകരണം എന്ന് പറയുക. അടുത്ത വാക്യം കണ്ടോ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക, പ്രവർത്തിക്കാത്തവൻ എങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 10-ാമത്തെ വാക്യം കണ്ടില്ലയോ? 10-ാമത്തെ വാക്യത്തിൽ പറയാ എങ്ങനെയാണ് കണക്കിട്ടെന്ന് ചോദിക്കുക. ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ പറയുന്നത്. 10-ാമത്തെ വാക്യം എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ തന്നെ. അതായത് പരിച്ഛേദന കൊണ്ട് ഒരു പ്രത്യേകതയുമില്ല, യഹൂദനായതുകൊണ്ട് ഒരു പ്രത്യേകതയുമില്ല, നിങ്ങൾ ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പറയുന്നത് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറയുക. അതിലല്ല, അഗ്രചർമ്മത്തിൽ അത്രേ അവനത് നീതിയായി കണക്കിട്ടത് എന്ന് പറയുക. 14-ാമത്തെ വാക്യം കണ്ടില്ലയോ? 14-ാമത്തെ വാക്യത്തിൽ പറയുക, എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ഇത് ന്യായപ്രമാണത്താൽ അല്ല നമുക്ക് രക്ഷ ഇന്ന് ലഭിക്കുന്നതെന്ന് പറയാം. 16 കണ്ടല്ലേ, അവിടെ പറയുന്നു അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. ഇതാണ് ഈ 4-ാം അധ്യായത്തിന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുകയാണ്. ഇന്ന് നമ്മൾ 18-ാമത്തെ വാക്യം മുതൽ മുന്നോട്ട് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാ പറയുന്നത്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു.
ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആശിക്കാൻ യാതൊരു സ്കോപ്പുമുള്ള സമയമല്ല. താൻ അതുപോലെ വാർദ്ധക്യത്തിലായിരിക്കുക. തൻ്റെ മക്കളുണ്ടാവും, ജാതികൾക്ക് പിതാവാകും. ഒരു കുഞ്ഞു പോലും പുള്ളിക്ക് ജനിച്ചിട്ടില്ല, വയസ്സ് 100ആയി. ആശയ്ക്ക് വിരോധമായിട്ട്, കാര്യം ആശിക്കാൻ യാതൊരു സ്കോപ്പുമുള്ള സമയമല്ല, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോട് വിശ്വസിക്കുക. അടുത്ത വാക്യത്തിൽ 19-20 അത് പറയുക, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അതാണ് അബ്രഹാം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇതാ പറയുന്നത്, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോട് താൻ വിശ്വസിച്ചു. കാര്യം പറഞ്ഞിരിക്കുന്നത് ദൈവമാ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് നിവർത്തിക്കാൻ ശക്തനാണ് എന്ന് അബ്രഹാമിന് അറിയാം. അത് താൻ ആദ്യം മുതലേ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസമാണ് തനിക്ക് നീതിയായി കണക്കിട്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ്, ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ്, പരിച്ഛേദനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിരിക്കുക. അബ്രഹാമുമായിട്ട് ദൈവം ഒരു വാഗ്ദത്തത്തിലും ഉടമ്പടിയിലും ഒക്കെ എത്തിയിരിക്കുക. അതൊന്നും ഈ കാര്യങ്ങളൊന്നും ഒരു ബാധകമല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ഈ വിശ്വാസമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ അബ്രഹാമിനെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കുക. അതെങ്ങനെ ഈ വിശ്വാസം അബ്രഹാമിന് എങ്ങനെ പ്രാവർത്തികമായി, എങ്ങനെ അത് അനുഗ്രഹത്തിന് കാരണമായെന്ന് നമുക്ക് മാതൃകയായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഒരു സാക്ഷിയെ കൊണ്ടുവരിക. ഈ വിശ്വാസത്താലാണ് രക്ഷ എന്ന് ഉറപ്പിക്കുവാനായിട്ട്. ഇവിടെ ന്യായപ്രമാണം പാലിച്ചതിനാലോ അബ്രഹാമിന് ഇസഹാക്കിനോട് പറഞ്ഞ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് പോയി കൊണ്ട് കിടത്തിയ ഒരു വലിയ പ്രവൃത്തി ചെയ്തതിൽ ഒന്നുമല്ല. ഇവരൊക്കെ ജനിക്കുന്നതിന് മുൻപേ ഈ അനുഗ്രഹം ദൈവം അബ്രഹാമിന് കൊടുത്തിരിക്കുക. ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു. ഇത് അന്നും ഇന്നും എന്നും ഈ വിശ്വാസത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. എബ്രായ ലേഖനം ഒരു വാക്യം പെട്ടെന്നൊന്ന് കാണിച്ചോട്ടെ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം, എബ്രായർ 11-ാമത്തെ അധ്യായം, അതിന്റെ 6-ാമത്തെ വാക്യം. എബ്രായർ 11-ന്റെ 6-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ഇത് ഒരു നാളും കഴിയത്തില്ല. പണ്ടും അങ്ങനാണ്, ഇപ്പോഴും അങ്ങനെയാണ്, വരും കാലത്തും അങ്ങനെയാണ്. ഈ എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തും വിശ്വാസത്താലാണ് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കറിയാമോ, യെരിഹോവിലെ കുരുടനെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. ക്രൂശിൽ കിടന്ന കള്ളനെ ദൈവം രക്ഷിക്കുന്നുണ്ട്. ഇവരെയൊക്കെ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാ അവരെ രക്ഷിക്കുന്നത്? അവരെ എന്തുകൊണ്ടാണ് ദൈവം വിടുവിക്കുന്നത്, അനുഗ്രഹിക്കുന്നത് അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം ഞാനൊരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 18-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം, അതിന്റെ 35 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം, അതിന്റെ 35 മുതൽ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. എരിഹോവിലോട്ട് കർത്താവ് വരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇവിടെ വരേണ്ട യാതൊരു കാരണവും വന്നില്ല, ഒരു കാര്യത്തിനുമല്ല വന്നത്. ഈ കുരുടനെ അന്വേഷിച്ചു മാത്രം വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെ. എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരൻ കടന്നു പോകുന്നത് കേട്ടിട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. ഈ കുരുടൻ ചോദിക്കുക, എന്താ ഭയങ്കര ശബ്ദം കേൾക്കുന്നത്? കണ്ണു കാണത്തില്ല, പക്ഷെ വലിയ ബഹളം കേൾക്കാം. എന്താണെന്ന് പുള്ളിക്ക് ഒരു പിടി കിട്ടുന്നില്ല. നസറനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. വിവരം മനസ്സിലായി, എന്തുവാ ശബ്ദം കേൾക്കുന്നത്, എന്തുകൊണ്ടാണ്, ആരവാരവും എന്തിൻ്റെയാന്ന് മനസ്സിലായി. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഈ നിലവിളിയുടെ ആഴം എന്താന്നുള്ളത് കർത്താവിന് അറിയാം. വിളിക്കുന്നത് കേട്ടില്ലയോ? അവിടെയുള്ള മഹാപുരോഹിതന് അറിയത്തില്ല ഇത് ദാവീദ് പുത്രനാന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ അറിയാത്ത കാലത്താ ഈ ആ ഒരു ആത്മസ്നേഹത്തോട് വിളിക്കുന്ന വിളി, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുക. ആ വിളി അത് കേട്ടിട്ട് മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. കണ്ടോ, ഈ വിശ്വാസമാ കർത്താവ് അവിടെ നിൽക്കുക. എത്ര വലിയ ആൾക്കൂട്ടം, എത്ര വലിയ ആരവാരവം. ഒരു കുരുടൻ എവിടോ സൈഡിൽ കടയുടെ തിണ്ണയിലിരിക്കുക. അവിടെ നിന്ന് വിളിച്ച വിളിക്ക് കർത്താവ് അവിടെ നിന്നു എന്നുള്ളത്.
ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് അവിടെ നിൽക്കും. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും കർത്താവ് പ്രതിഫലം തരും. നമ്മുടെ വിശ്വാസത്തോടുള്ള യാചനയ്ക്ക് കർത്താവ് മറുപടി തരും. അവിടെ നിന്നു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവ്, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ അന്നും ഇന്നും എന്നും ഉള്ള രക്ഷയ്ക്കുള്ള മാർഗം. ക്രൂശിൽ കിടക്കുന്ന കള്ളനെ ശ്രദ്ധിച്ച്, ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ എന്ത് ചെയ്തിട്ടാ ആ ക്രൂശിൽ വെച്ച് അവന് രക്ഷ ലഭിക്കുന്നത്? ഇന്ന് അവൻ ചോദിച്ചത്, കർത്താവെ, നീ രാജാതി രാജാവായിട്ട് വരുമെന്ന് എനിക്കറിയാം, നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് എനിക്കറിയാം. ഇവർ ചുമ്മാതല്ല തലയ്ക്ക് മേലെ എഴുതി വെച്ചിരിക്കുന്നത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന്. യഹൂദന്മാരുടെ രാജാവ് തന്നെയാ. നീ രാജാവായിട്ട് രാജത്വം പ്രാപിച്ചു വരുമെന്നും നീ രാജാവായിട്ട് ഈ ലോകത്തെ വാഴുമെന്നും എനിക്കറിയാം. അന്ന് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. നിന്നോടൊപ്പം 1000 ആണ്ട് ഈ ലോകത്തിൽ രാജ്യത്തിൽ അവർ വാഴുമെന്ന് എനിക്കറിയാം. അന്ന് എന്നെ കൂടെ ഓർത്തോണേ എന്നാ പറഞ്ഞത്. എന്നാൽ കർത്താവ് പറയാ, നീ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നിന്റെ വിളിയും നിന്റെ ആ ആഴമായിട്ട് ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയാ വരുന്നുണ്ടെങ്കിൽ ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഹല്ലേലൂയ. ഇത് അന്നും അങ്ങനാണ്, ഇന്നും അങ്ങനെ, എന്നും ഇതാണ് ദൈവത്തിന്റെ ആലോചന. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താല നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്, ഒരു പ്രവൃത്തിയാലുമല്ല. റോമാലേഖനം മുഴുവനും അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു നീതി പ്രവൃത്തികളാലും അല്ല നാം രക്ഷിക്കപ്പെടുന്നത്, മറിച്ച് കർത്താവിലെ വിശ്വാസത്താല. All these people, they did nothing to fulfill the law, but they trust in the Lord. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, അതാണ് അവർക്ക് നീതിയായി കണക്കിട്ടത്. റോമാലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. റോമാലേഖനം 4-ാം അധ്യായം 22-ാമത്തെ വാക്യമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകിയാൽ തന്നെ. സോറി, ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ലായിരുന്നു. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് 22-ാമത്തെ വാക്യം. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകിയാൽ തന്നെ. ഇന്ന് ഒരു പ്രവൃത്തിയാലും അല്ല രക്ഷ, പ്രത്യുത മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച മറുവില യാഗം, ആ പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, ആ പ്രായച്ചിത്ത യാഗം, അതിലെ വിശ്വാസത്താലാണ് നാം ഓരോരുത്തരും ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. കർത്താവിന്റെ രക്തം അതിന് മറുവിലയായിട്ട് കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ആ പരിശുദ്ധ രക്തം ആ കാൽവറി ക്രൂശിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒഴുക്കി ഒരു പ്രായച്ചിത്തം നടന്നിരിക്കുക, ഒരു പ്രൊപ്പിച്ചിയേഷൻ ഡെത്ത്, ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് നടന്നിരിക്കുക. അത് നടത്തി കഴിഞ്ഞ് നമുക്ക് ഇനി അതിന്റെ മേലെ വേറെന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ദുഃഖിപ്പിക്കുകയല്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഹല്ലേലൂയ. ഒരു പ്രവൃത്തിയാലും അല്ല രക്ഷ, കർത്താവിലെ വിശ്വാസത്താൽ, കർത്താവ് നിവർത്തിച്ച രക്ഷണി പ്രവൃത്തിയിലെ വിശ്വാസത്താൽ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് കണക്കിടുവാൻ ഉള്ളതാകിയാൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് മാറുകയാണ്, 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം ആരംഭിക്കുകയാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുക. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഗംഭീരമായ, വളരെ അനുഗ്രഹീതമായ ഒരു അധ്യായമാണ് നാം ഈ പഠിക്കാൻ പോകുന്നത്, 5-ാമത്തെ അധ്യായം. ഈ 5, 6, 7, 8, 8-ാമത്തെ അധ്യായം എന്നൊക്കെ പറയുന്നത് ഒരു ബൈബിളിന് തുല്യമാണെന്നാണ് പറയുന്നത്. 8-ാമത്തെ അധ്യായമൊക്കെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു അധ്യായം മാത്രം കീറിയെടുത്തോ, അതുകൊണ്ട് നീ രക്ഷപ്പെടും, നീ രക്ഷിക്കപ്പെടും, ഉള്ളതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് അധ്യായം കീറിയെടുക്കും? ബൈബിൾ അനുവദനീയമല്ല.
ഒരധ്യായം മാത്രം നമുക്ക് കയ്യിൽ വെക്കാം എന്നൊരു നിയമമുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം ഞാൻ എൻ്റെ കയ്യിലാക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യം അതുപോലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ തന്നെ ബൈബിളാണ് റോമാലേഖനം. അതിലെ ബൈബിളാണ് അതിലെ 8-ാം അധ്യായം. അതിലേക്കൊക്കെ എത്തുമ്പോഴത്തേന് നമുക്ക് ഈ 5ഉം 6ഉം 7ഉം അധ്യായങ്ങളിലൊക്കെ നല്ല ഉറപ്പുണ്ടായിരിക്കണം എന്താ പഠിച്ച് കയറുന്നത് എന്നുള്ളത്. അങ്ങനെ ചെല്ലുമ്പോഴത്തേന് ഈ അധ്യായവും ഇതിന്റെ അടിസ്ഥാനവും നമുക്ക് വളരെ ശക്തമായിട്ട് ഉറയ്ക്കുവാൻ ഇടയായിത്തീരും. നമ്മളിവിടെ വായിച്ചത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ അധ്യായത്തിന്റെ വിഷയ വിഭജനം ഒന്ന് പറയാം. നമ്മൾ ഈ കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് പറഞ്ഞു പോകണം. ഇത് ഒരു ബൈബിൾ പഠനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാലും ഇത് പറയാൻ തക്കവണ്ണം നമുക്ക് അറിഞ്ഞിരിക്കണം. ഉറക്കത്തിൽ ആരെങ്കിലും വിളിച്ച് ഉണർത്തി എഴുന്നേപ്പിച്ച് നമ്മോട് ചോദിക്കുക റോമാലേഖനം 7-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. 3-ാം അധ്യായത്തിൽ എന്താ പ്രതിപാദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഉറപ്പുള്ളവരായി ഈ വിഷയം പഠിക്കണം. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും ഇമ്പോർട്ടന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കാമോ അത്രമാത്രം കൊടുക്കാൻ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുക. പല ആവർത്തി വായിച്ചായിട്ട് ഒരു 50 പ്രാവശ്യം ഈ പുസ്തകം വായിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ആത്മാവിനും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ മജ്ജയ്ക്കും ഒക്കെ അത് അനുഗ്രഹമായിരിക്കും. 5-ാമത്തെ അധ്യായത്തിന്റെ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് നീതീകരണത്തിന്റെ ഫലങ്ങളാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടതിന്റെ ഫലങ്ങൾ, എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്, നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് അതിൽ കൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുക. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദാമും യേശു ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. പോൾ അത്ര നീറ്റായിട്ടാണ് ഈ വിഷയം എഴുതിയിരിക്കുന്നത്. ലോജിക്കലിയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ, അതായത് ആദാം പാപം ചെയ്തതുകൊണ്ട് നമുക്ക് വരെ അതിന്റെ ശിക്ഷാവിധി വരുന്നത് പോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ച ആ നീതിയാൽ സകല മനുഷ്യർക്കും, ആദം പാപം ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ പാപിയായി മാറിയോ, ഞാനും ആദാമുമായിട്ട് എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട്, എത്രമാത്രം ദൂരത്തിലാണ്, എന്നിട്ട് കൂടെ ആ പാപം എൻ്റെ മേൽ വന്നോ, അതുപോലെ ഏകൻ നീതി ചെയ്തതിനാൽ ആ നീതി പ്രവൃത്തിയാൽ ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഭാഗമാണ് 12 മുതൽ 21 വരെ. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തെറ്റ് വരത്തില്ല. അത്രയ്ക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗം. നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. 1 മുതൽ 11 വരെ ഞാൻ ഓർപ്പിച്ചല്ലോ, നീതീകരണത്തിന്റെ ഫലങ്ങൾ പറഞ്ഞിരിക്കുക. എന്ത് ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്കത് വായിക്കാം. 1-ാമത്തെ മുതൽ 11 വരെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ഫലങ്ങളെങ്കിലും നമുക്ക് അതിനകത്ത് കാണാം. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു വിടാം. അവിടെ ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവത്തോട് നമുക്ക് സമാധാനം ലഭിക്കുക, പീസ് വിത്ത് ഗോഡ്. പിതാവായ ദൈവവുമായിട്ട് നമ്മൾ നിരപ്പ് പ്രാപിക്കുക, ഒരു സമാധാനം സ്ഥാപിക്കപ്പെടുക. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞ therefore being justified by faith we have peace with God through our Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, പീസ് വിത്ത് ഗോഡ്. 1-ാമത്തെ അനുഗ്രഹമാണ്. ദൈവവുമായിട്ട് നമ്മൾ രമ്യതയിൽ, നമുക്ക് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലെ നമ്മൾ ദൂരത്തായിരുന്നവരാ. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 2, കൃപയിലേക്കുള്ള പ്രവേശനം, ആക്സസ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുക. നീതീകരണത്തിന്റെ ഫലങ്ങളാണ്. 3-ാമതായിട്ട് ദൈവ തേജസിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുക, റിജോയ്സിങ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അതായത് ദൈവത്തിന്റെ ആ തേജസ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദൈവത്തിന്റെ തേജസ്, എങ്ങനെ ദൈവം തേജസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു, ആ തേജസ് നമ്മിലേക്ക് വരാൻ പോവുകയാണ്. നാം ഓരോരുത്തരും ഇന്ന് നമുക്ക് ആ തേജസ് ഇല്ല. നമുക്ക് ആദാം പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി നമ്മൾ വായിക്കുന്ന പോലെ, അതിനുശേഷം നമ്മൾ ഈ ചേർക്കപ്പെട്ട് കഴിയുമ്പോഴത്തേനും, നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ടായി റാപ്ചറിൽ നമ്മൾ ചേർക്കപ്പെട്ട് കഴിയുമ്പോഴത്തേന് കർത്താവിന്റെ ആ തേജസ് നമ്മിലേക്ക് പകരപ്പെടുകയാണ്. അതിലെ ആ ഒരു സന്തോഷം, ദൈവ തേജസിന്റെ ആ പ്രത്യാശയിലെ പ്രശംസ, നമുക്ക് ബ്രാഗ് ചെയ്യാൻ, നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നത് ആ ദൈവത്തിന്റെ തേജസ്, റിജോയ്സിങ് ഇൻ ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ തേജസ് നമ്മിലേക്ക് വരിക, നമ്മൾ അതുപോലെ ആയിത്തീരാൻ പോവുകയാണ്, നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരാൻ പോവുക, ആ ഒരു തേജസ് നമ്മിലേക്ക് വരാൻ പോവുക.
ആ ഉള്ളതുപോലെ തന്നെ മനസ്സിലാക്കണേ. അത് ദൈവത്തിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നമ്മിലേക്ക് വരാൻ പോകും. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നാലാമതായിട്ട്, കഷ്ടങ്ങളിൽ പ്രശംസിക്കുക, റിജോയ്സിങ് ഇൻ ദ ട്രിബുലേഷൻസ്. ഈ കാര്യങ്ങൾ നമ്മൾ നീതീകരണം പ്രാപിക്കുന്നതുകൊണ്ട് നമുക്ക് കഷ്ടമൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷയമല്ല. കഷ്ടങ്ങളിലും നമ്മൾ പ്രശംസിക്കും, നമ്മൾ ചിരിക്കും, നമ്മൾ സന്തോഷിക്കും. കഷ്ടങ്ങളിലും പോളിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങളുടെ മേൽ കഷ്ടമാണ്. ഇവിടെ വലിയ അനുഗ്രഹം ലഭിക്കുമെന്നും വീടും കാറും ബംഗ്ലാവും ഒന്നും ലഭിക്കുമെന്നും പറഞ്ഞ് ഇറങ്ങിയ ആളല്ല പോള്. ഏറ് കൊണ്ട് ചാകുക, അതുപോലെ ഉപദ്രവം സഹിച്ച ആളാണ്. കഷ്ടങ്ങളുടെ മേൽ കഷ്ടം. ആ കഷ്ടങ്ങളിലും പ്രശംസിക്കുക. ആ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഈ മാർഗത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നോർത്ത് പ്രശംസിക്കുക. അതിന്റെ ഒരു ഭാഗമായി തീരാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട്. അഞ്ചാമത്, ഭംഗം വരാത്ത പ്രത്യാശ ലഭിച്ചിരിക്കുന്നു. എറ്റേണൽ ഹെവൻലി ഹോപ്പ്. ഇതിന് നമുക്ക് നമ്മുടെ വീണു പോകുമോ, നഷ്ടപ്പെട്ടു പോകുമോ, ഇത് നാളെ നമുക്ക് ഉണ്ടാകുമോ, അതോ ഞാൻ നാളെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, വീണു പോയി കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലെ പ്രവൃത്തികൾ ശരിയല്ലാതെ പോയി കഴിഞ്ഞാൽ എനിക്കിത് നഷ്ടമായി പോകുമോ എന്നൊന്നുള്ള പേടി വേണ്ട. ഭംഗം വരാത്ത പ്രത്യാശയാണ് നമുക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആറാമതായിട്ട്, ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം, ദ ലവ് ഓഫ് ഗാഡ് ദാറ്റ് ഷെഡ് ഇൻ അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏഴാമതായിട്ട്, ദൈവ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു വലിയ അനുഗ്രഹം പദ്ധതിയാണ്. ദൈവത്തിന്റെ കോപം, ക്രോധം, ആ ഒരു റാത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. എട്ടാമതായിട്ട്, ദൈവത്തോടുള്ള നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞു. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ, റിക്കൺസയൽ വിത്ത് ദ ലോർഡ്. മനസ്സിലായ ആ ഒരു റെക്കൺസിലിയേഷൻ, കർത്താവുമായിട്ട് നമുക്ക് നിരപ്പ് പ്രാപിക്കാനായിട്ട് കഴിയുക പിതാവായ ദൈവവുമായിട്ട്. അതുപോലെ തന്നെ ജീവനാലുള്ള സമൃദ്ധിയായ രക്ഷ ലഭിച്ചിരിക്കുന്നു. പത്താമതായിട്ട്, ദൈവത്തിലുള്ള പ്രശംസ നമുക്കുണ്ട്. ഇങ്ങനെ 10 കൂട്ടം കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓരോ വാക്യങ്ങളും അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കൂടുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഇതിന്റെ ഫലങ്ങളാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫലങ്ങളാണ് കാണുന്നത്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ആ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്ന് നോക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നോക്കി സൂക്ഷിച്ച് ഓരോ വാക്യങ്ങളും നിർത്തി വായിക്കണം. ധൃതി പിടിച്ച് വായിച്ചു പോകല്ല. ഓരോ വാക്യങ്ങളും നിർത്തി വായിച്ചു പോകണം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. കണ്ടോ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എങ്ങനെ? നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ, നമുക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക തേജസ്സിന്റെ ആ ഒരു പ്രത്യാശ, അതിൽ നമ്മൾ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിലും വരുമ്പോൾ നമുക്ക് പ്രശംസിക്കാനായിട്ട് അത് മുഖാന്തരമായി തീരുകയാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എല്ലാം എന്താ പറയുന്നത്, സ്വർണ്ണ ലിപിയിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, തിരിച്ചു വരുന്നുണ്ട്. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ, വളരെ ഇമ്പോർട്ടന്റ് വാക്യമായി 8 മുതൽ 10 വരെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ അത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. 10, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഭാഗമാണ് ഇത് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ വാക്യം, therefore being justified by faith we have peace with God through our Lord Jesus Christ. Hallelujah. Hallelujah. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് ക്രിസ്തൻഡം പൊതുവെ വിശ്വസിച്ചിരിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണെന്ന്. മാനസാന്തരം, പിന്നീട് ജലസ്നാനം, പിന്നെ കാത്തിരുന്ന് വിശുദ്ധിയെ തികച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം,
പിന്നെ വിശുദ്ധീകരണം, നീതീകരണം, നീതി പ്രവർത്തികൾ, അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തിട്ട് എൻഡ്യൂർ ടിൽ ദ എൻഡ്, അതായത് അവസാനം വരെ പിടിച്ചു നിന്ന് ആ മരണം വരെ വിശ്വസ്തരായി, ഓഫ് കോഴ്സ് വിശ്വസ്തരായിരിക്കണം, ആ മരണം വരെ നീതി പ്രവൃത്തികളിലും നമ്മുടെ ആ ഒരു വിശുദ്ധ ജീവിതത്തിലെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് നാം രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണെന്നാണ് ഇന്ന് ക്രിസ്തീയ ലോകം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ആരെങ്കിലും അബദ്ധം പറ്റി ഒന്നോ രണ്ടോ പേര് പറയുന്നതല്ല, അതാണ് അവർ പഠിച്ചിരിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. സത്യത്തിൽ ഇതൊരു ദൈവദൂഷണമാണ്. ദൈവം നമുക്ക് വേണ്ടി രക്ഷിക്കപ്പെടാനുള്ള നീതീകരണത്തിനുള്ള പദ്ധതി മുഴുവനും തുറന്നിരിക്കുക. അവിടെ നമ്മുടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലെന്ന് വളരെ ശക്തമായിട്ട് റോമാലേഖനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. എന്നിട്ടും നമ്മുടെ നീതി പ്രവർത്തികളാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ നീതി പ്രവർത്തികൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. മരണപര്യന്തം ആ നീതി പ്രവർത്തികൾ ചെയ്യണം, അവസാനം വരെ എൻഡ്യൂറത്ത് ടിൽ ദ എൻഡ്. ശരിക്കും ദൈവദൂഷണമായത്, ദൈവദൂഷണമാണ്. ദൈവം നമുക്ക് വേണ്ടി രക്ഷയ്ക്കായിട്ടോ ഒരുക്കിയിരിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ നിന്ന് വിട്ട് നമ്മുടെ സ്വയം നീതി, നമ്മുടെ ആ ഒരു സെൽഫ് റൈച്ചസ്നെസ്, നമ്മുടെ ആ നീതി പ്രവർത്തികൾ, നമ്മളിലുള്ള ആ വിശുദ്ധ ജീവിതം, അതിന്റെ ആഴം നോക്കി നമുക്ക് നീതീകരണം ലഭിക്കുന്നു എന്നുള്ള ആ ഒരു പഠിപ്പീര്. ഞാൻ കോട്ടയത്തെ മർത്തോമ വലിയ പള്ളിയിൽ ഒരിക്കല് അവിടുത്തെ സീനിയർ സിറ്റിസൺസിനോടുള്ള ബന്ധത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. അതിൽ ഒരിക്കൽ എനിക്ക് സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നു. അന്ന് ഞാൻ അവിടെ വളരെ ശക്തമായിട്ട്, കാര്യം എല്ലാവരും സീനിയർ സിറ്റിസൺസ് ആണ്, അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകണം, അവരാരും തന്നെ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള വലിയ ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഞാൻ കൃപയാൽ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിന് അവസാനത്തിൽ ഞാൻ അല്പസമയം അവർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് സമയം കൊടുത്തപ്പോൾ പലരും എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിക്കുവാനായിട്ട് ഇടയായി. വിശ്വാസത്താൽ അല്ല രക്ഷ, നമ്മുടെ നീതി പ്രവൃത്തിയാലാണ് രക്ഷ. നീതി പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകും, വിശ്വസ്തനായിട്ട് ജീവിച്ചില്ലെങ്കിൽ, ആ നീതി പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധനായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നരകത്തിൽ പോകും എന്ന് അവർ എഴുന്നേറ്റ് നിന്ന് വാദിക്കുവാനായിട്ട് ഇടയായി. ഞാൻ അവരെ ആരെയും കുറ്റം പറയുന്നില്ല, കാര്യം അതാണ് ക്രിസ്ത്യാനി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നത്. ഇത് പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരോ ബ്രദറൻകാരോ ബാപ്റ്റിസ്റ്റുകാരോ മാത്രമല്ല, എക്യുമെനിക്കൽ ചർച്ചുകളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവര് എല്ലാവരും ഇതിന്റെ ഒരു ചട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ. ആ ഒരു ബേസ്, അതായത് ആദ്യമേ മാനസാന്തരം, ദൈവവചനം കേൾക്കുക, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജലസ്നാനം സ്വീകരിക്കുക. ജലസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന് വിശുദ്ധിയെ തികയ്ക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, അങ്ങനെയുള്ള കൃപാവരങ്ങൾ, അനേക കാര്യങ്ങളുണ്ട്. ഞാൻ അതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യുകയല്ല, ഞാനത് അവർക്ക് അത് മനസ്സിലാകാതെ പോയിരിക്കുന്നതിനെ കുറിച്ചുള്ള ഹൃദയ വേദന കൊണ്ട് ഞാൻ ആ വിഷയം പറയുക. ഇവിടെ എക്യുമെനിക്കൽ ചർച്ചുകളെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറെ ഇതൊക്കെ തന്നെയാണ് അവരും ചെയ്യുന്നത്. ഈ ഒരു കുഞ്ഞിനെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിനെ മാമോദിസ മുക്കുന്നതിന് മുൻപായിട്ട് അതിന് വിശ്വസിക്കാൻ കഴിയത്തില്ല, അതിന് മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. കാര്യം അതിന്റെ മനസ്സിലൊന്നുമില്ല, അത് 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ്, അതിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പൊ അത് കാരണം അതിനൊരു ഗോഡ് ഫാദർ നിൽക്കുകയാണ്. ആ ഗോഡ് ഫാദർ ഇതെല്ലാം ഏറ്റെടുക്കുക, ആ കുഞ്ഞിന് പകരമായിട്ടൊരു ഗോഡ് ഫാദർ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. തത്വത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുന്നത്. അതിനുശേഷം സ്നാനപ്പെടണം. ആ സ്നാനപ്പെടലാണ് ഈ മാമോദീസ എന്ന് പറയുന്നത്. കൊച്ചു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്താൽ തളിക്കുക എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേനും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഇതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതാണ് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പിയിലിരിക്കുന്ന ഒരു മഹറോൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ മഹറോൻ ഈ വെള്ളത്തിൽ തളിച്ചു കഴിയുമ്പോഴത്തേനും അത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ കുഞ്ഞിന് കൊടുക്കുന്നവരാണ് അതിന്റെ നെറ്റിയിലും നെറുകയിലും ഒക്കെ അതൊന്ന് തളിക്കുകയും തൊടുകയും ചെയ്യും. തിരുമേനി പുരോഹിതൻ ആരാണ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിനെ കാണിക്കുക. അത് കഴിഞ്ഞ് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. ആ കാലത്തൊക്കെ ഇപ്പോഴങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ആ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിൽ നമ്മുടെ പണിക്ക് വരുന്നവരും അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കുഞ്ഞിനെ പിന്നെ 2-3 ദിവസത്തേക്ക് കൊടുക്കത്തില്ല. കാര്യം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നതിന് തുല്യമായിട്ടാണ്. ആ സമയത്ത് ഈ ആഭരണങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റും. അരിഞ്ഞാണവും കാതയിലും കഴുതയിലും ഒക്കെ കുഞ്ഞിന്റെ ഇട്ടിരിക്കുന്ന എല്ലാം അഴിച്ചങ്ങ് മാറ്റും. എല്ലാം മാറ്റിയിട്ടാണ് വെള്ളത്തിൽ ഇരുത്തുന്നത് മാമോദീസ മുക്ക്. ഇത് എല്ലാ ക്രിസ്തീയ സഭകളും തത്വത്തിൽ ഇത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. കാര്യം അതിനുശേഷം പിന്നെ വളർന്നു വരുമ്പോഴത്തേനും 12ാമത്തെ വയസ്സ് എത്തുമ്പോഴത്തേന് കുർബാന, ഹോളി കമ്മ്യൂണിയൻ, അതിനുശേഷം മരിക്കാറാവുമ്പോഴത്തേനും മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങനെ മരണക്കിടക്കയിലായിരിക്കുമ്പോഴത്തേനും ഒടുക്കത്തെ ഓപ്രഷ്മ, ഇതെല്ലാം ചെയ്ത് അവസാനം ആളിനെ റെഡിയാക്കി സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു പദ്ധതിയാണ് ഇവരുടെ എല്ലാം ഇരിക്കുന്നത്. മനസ്സിലായോ? ഇതെല്ലാം ആ അന്ത്യം വരെയും അങ്ങനെ നിന്നിട്ട്
നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അതായത് ഇതൊരു പ്രോസസ്സാണെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നീതീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ തുടങ്ങും, ക്രൂശിൽ ഇത് തുടങ്ങും, ദൈവവചനത്തിലെ വിശ്വാസത്തിൽ ഇത് ആരംഭിച്ചു വെക്കും. പക്ഷെ അവിടുന്ന് പിന്നെ നമ്മുടെയിലാണ് ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിശുദ്ധനായിട്ട് ജീവിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ ആക്കി തീർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ദൈവ ദൂഷണം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മനുഷ്യനായ ലോകത്തിൽ അവതരിച്ചു. ഈ മാനവ കുലത്തിന്റെ പാപം തന്റെ തോളിലേറ്റി മനുഷ്യൻ പകരമായിട്ട്, നമ്മുടെ പാപത്തിന് പകരമായിട്ട് ആ പരിശുദ്ധനായ കർത്താവ് നമുക്ക് പകരമായിട്ട് പ്രായശ്ചിത്ത യാഗമായി തീർന്നിരിക്കുക. ആ രക്തം നമുക്ക് മറുവിലയായി കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് വേറെന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കർത്താവ് പറഞ്ഞിരിക്കുക, നമ്മളിനി അതുപോലെ കയറി യാഗമായാൽ പോലും നമുക്ക് അതുകൊണ്ട് രക്ഷയില്ല. കാര്യം നമ്മുടെ രക്തം പാപമുള്ള രക്തമാണ്. പരിശുദ്ധനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം അതിന് മറുവിലയായിട്ട് കൊടുത്ത് ആ ഒരു പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത് നടന്നിരിക്കുക. അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യാനിക്ക് 99%, 5% ക്രിസ്ത്യാനിക്കും ഇത് അറിയത്തില്ല. അറിയാത്തവണ്ണം നമ്മളെ വേറെ ഉപദേശങ്ങളിൽ തളച്ചിരിക്കുക, കുറ്റി അടിച്ചിരിക്കുക. അവിടുന്ന് നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. അതിന്റെ മേലെ ഉപദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുക. ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, ജനങ്ങളുടെ മേലൊരു കൺട്രോൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൂക്കുകയറിടുക, അങ്ങനെ ഒരു ജനത്തിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉപദേശങ്ങളൊക്കെ പ്രയോജനമാകും. അതുകൊണ്ട് ജനത്തിനെ ആ ഒരു വരുതിക്ക് നിർത്തുവാൻ, അല്ലെന്നുണ്ടെങ്കിൽ മേലാളന്മാർ പറയുന്നതിന്റെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയിട്ട് അന്ന് സഭയിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കൊണ്ടുവന്ന പഠിപ്പിക്കലുകളാണ് നീതി പ്രവൃത്തികളാലാണ്, അത് രക്ഷയ്ക്ക് ആവശ്യമാണ് എന്നുള്ള ഈ ഒരു പഠിപ്പീര്. ഇന്ന് ക്രിസ്ത്യൻഡത്തെ കാർന്ന് തിന്നിരിക്കുന്ന 2 ഉപദേശങ്ങളുണ്ട്. ഞാൻ വളരെ ആത്മാർത്ഥതയോടായി സംസാരിക്കുന്നത്. 2 ഉപദേശങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപദേശം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഉപദേശം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഗേറ്റ് മിനിസ്ട്രീസ് ഇങ്ങനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കല്ല. ഞാനൊരു വലിയ കാതലായ വിഷയം പറയുക. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഇന്ന് ജനം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു വിശ്വാസം. 2, ഇതിനെയാണ് അപ്പോസ്തോലിക് ക്രീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ വിശ്വാസ പ്രമാണമൊക്കെ അതിന്റെ ബേസിസിലാണ് നിൽക്കുന്നത്. രണ്ടാമതായിട്ട് ഈ മരണപര്യന്തം വിശ്വസ്തരായിട്ട് നിന്ന് അന്ത്യം വരെ നീതി പ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധനായി ജീവിച്ച് നാം രക്ഷിക്കപ്പെടുന്നു. ഈ 2 പഠിപ്പീര്, ഇത് 2 കേട്ട് കഴിഞ്ഞാൽ വളരെ ഡീസന്റ്, വളരെ ആത്മീയമായിട്ടുള്ള 2 ഉപദേശങ്ങളാണ്. ഒന്ന് യേശു ക്രിസ്തുവിലെ വിശ്വാസം, അതിനെന്താ കുഴപ്പം? അതല്ലേ വേണ്ടുന്നത്? അങ്ങനല്ലേ ഒരാൾ രക്ഷപ്പെടേണ്ടുന്നത്? അങ്ങനെ ഒരാൾ രക്ഷപ്പെടത്തില്ല. അങ്ങനെ രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ സാത്താനും രക്ഷപ്പെടും. നമ്മളെക്കാട്ടിൽ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവാണെന്ന് സാത്താൻ അറിയാം. അവൻ തന്നെ അവൻ വിറയ്ക്കുകയും ചെയ്യുന്നവൻ, അവൻ പേടിക്കുന്നവൻ, അവൻ അറിയാം കർത്താവ് ആരാന്ന്. ആ അറിവിൽ താങ്കൾ രക്ഷിക്കപ്പെടത്തില്ല. ഇന്ന് താങ്കൾ രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണെന്നുള്ള അറിവിലല്ല, യേശു ദൈവമാണെന്നുള്ള അറിവിൽ താങ്കൾ രക്ഷിക്കപ്പെടത്തില്ല. അത് ഒത്തിരി പേർക്ക് അറിയാം. ഇന്ന് വിശ്വാസ പ്രമാണത്തിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പ്രമാണമാണ് യേശു ക്രിസ്തുവാണെന്നുള്ളതാണ്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, കർത്താവ് വന്നു, മരിച്ചു, ഉയർത്തു, വീണ്ടും വരും. ഇതെല്ലാം ശരിയാണ്. പക്ഷെ അതിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ. ഞാൻ പാപിയായിരുന്നു എന്നും എനിക്ക് പാപത്തിന് മോചനമില്ലായിരുന്നു, ഞാൻ മരിച്ചാൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകുവാൻ തക്കവണ്ണം പാപത്തിന്റെ ശമ്പളമായിട്ട് ഞാൻ മരണം അനുഭവിക്കേണ്ടിവനായിരുന്നു, നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടിവനായിരുന്നു. എന്റെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് എന്റെ പാപത്തെ തന്റെ തോളിലേറ്റി എനിക്ക് പകരമായിട്ട് ഒരു പ്രായശ്ചിത്ത യാഗമായി തീർന്നു. ആ പരിശുദ്ധ രക്തം എനിക്ക് മറുവിലയായി കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള ആഴമായ വിശ്വാസവും അതിലെ സമർപ്പണവുമാണ്. ഇതാണ് നമ്മുടെ രക്ഷാ മാർഗം എന്ന് പറയുന്നത്. ഇത് വിട്ടിട്ട് അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് വേറെ ചില കാര്യങ്ങളൂടെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്തെ, ആ ക്രൂശിനെ നിങ്ങൾ കളിയാക്കുന്നതിന് തുല്യമാണ്. ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ പൊതുവെ എല്ലാവർക്കും കേൾക്കുമ്പോൾ വളരെ ഡീസന്റ് ആയിട്ട് തോന്നും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഒരു ഗുണവുമില്ല താങ്കൾക്ക് അതുകൊണ്ട്. വിശ്വസിക്കുന്ന നല്ല കാര്യം ഞാനും വിശ്വസിക്കുന്നു, പക്ഷെ അതിലല്ല താങ്കൾ രക്ഷിക്കപ്പെടുന്നത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. സാത്താൻ ഭയങ്കര തന്ത്രശാലിയാണ്. സാത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. അവൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. 99.5% ക്രിസ്ത്യാനിക്കും ഇന്ന് ഈ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഒറിജിനൽ പോലെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അവന്റെ കയ്യിലിരിക്കുന്നത്.
ആ ഡ്യൂപ്ലിക്കേറ്റിനകത്തിലെ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. അതിലല്ല ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് വെളിച്ചദൂതന്റെ കൂട്ട് തോന്നും, നല്ല ഉപദേശമായിട്ട് തോന്നും, കാര്യം നല്ല ഉപദേശമൊക്കെ തന്നെ, പക്ഷെ അതിലല്ല രക്ഷയിരിക്കുന്നത്. അതുപോലത്തെ വേറൊരു ഉപദേശമായത് കേട്ട് കഴിയുമ്പോഴത്തെ നമ്മൾ വിശുദ്ധനായിട്ട് ജീവിക്കണം, നീതി പ്രവൃത്തികൾ ചെയ്യണം. അതിലെന്താണ് കുഴപ്പം? അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് താങ്കൾക്ക് ഒരു ഗുണവുമില്ല. താങ്കൾ കർത്താവിനെ കളിയാക്കാമെന്നുള്ളതേ ഉള്ളൂ. താങ്കൾ അതിൽ കൂടെയാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് സുവിശേഷം മനസ്സിലായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവിന്റെ വരവിൽ താങ്കൾ കൈവിടപ്പെട്ടു പോകുന്ന ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്താണ് രക്ഷാ പദ്ധതി, ക്രിസ്തീയ വിശ്വാസം, കർത്താവ് എന്താണ് കാൽവറിയിൽ നിവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വാസ്തവമായിട്ട് വളരെ വിനീതമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് ഇത് ശരിയല്ല, ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്, നോ പ്രോബ്ലം. ആരും നിങ്ങളെ കബളിപ്പിച്ച് കളയാനിടയാൽ. കാര്യം ഇത് ജീവിതം ഒരിക്കലേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ അപ്പച്ചനെ അങ്ങ് ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ഈ ബൈബിൾ വല്ലപ്പോഴും ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന പാരമ്പര്യം തന്നെയാണോ കറക്റ്റ് എന്നൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. ഇനി അതാണ് താങ്കൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. തീത്തോസ് 3 അതിന്റെ 4-5 വാക്യങ്ങൾ. അവിടെ പറയുക, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. കാര്യം നാം നിത്യ നരകാഗ്നിക്ക് വേണ്ടി ഡെസ്റ്റിൻഡ് ആയിരുന്നവരാ. നമ്മൾ അങ്ങോട്ട് തന്നെ പോകത്തുള്ളൂ. കാര്യം വേറെ രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല. അങ്ങനെ ദൈവത്തിന് നമ്മളോട് മനുഷ്യപ്രീതി തോന്നിയിട്ട് നമുക്ക് വേണ്ടി ദയയും കർത്താവിന്റെ കരുണ ഉദിച്ചതാണ്. ആ മനുഷ്യപ്രീതിയും കരുണയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല, തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. മനസ്സിലായോ? ഇവിടെ ഒന്നും താങ്കളുടെ പ്രവൃത്തിക്ക് ഒരു പ്രസക്തിയുമില്ല. അതൊന്നും രക്ഷയ്ക്ക് ഉതകത്തില്ല. അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൽ. താങ്കളുടെ എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. അതൊന്നും വിനാവായി പോകത്തില്ല. ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾക്ക് പ്രതിഫലം കിട്ടും. അതിനെ താങ്കളെ ദൈവം മാനിക്കും. സ്വർഗത്തിൽ താങ്കൾക്ക് പ്രതിഫലമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലരും ഈ ഇടയ്ക്ക് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെ വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, എന്താണ് നമുക്ക് വെച്ചിരിക്കുന്ന റിവാർഡുകൾ എന്നുള്ള ചോദ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും പ്രതിഫലമുള്ളതാണ്. അതൊന്നും ദൈവം കണക്കിടാതെ പോകത്തില്ല. നമുക്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പ്രതിഫലം കിട്ടും. നിത്യത മുഴുവൻ ആ ചെയ്ത പ്രവൃത്തി ഓർത്ത് നമ്മൾ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. റോമാലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ഇന്ന് ഇത്ര വ്യക്തമായിട്ട് പിതാവായ ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിക്കുവാൻ തക്കണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഇവിടെ ഒന്നും ഒരു പ്രവൃത്തിയാലും അല്ല താങ്കൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുക. ഒരു മനുഷ്യൻ നിരാശനായി പോകുന്നത് അല്ലെങ്കിൽ പരാജിതനായി പോകുന്നത്, ആ മനുഷ്യന്റെ പരാജയത്തിന്റെ മൂല കാരണം എന്താണെന്നറിയാമോ? ലക്ഷ്യമില്ലായ്മയാണ്. ഒരു കുടുംബത്തിൽ ആ കുടുംബം പരാജയത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി പരാജയത്തിലേക്ക് പോകുന്നത് അവനൊരു ലക്ഷ്യമില്ലായ്മ, ഒരു പ്രത്യാശയില്ലായ്മയാണ്. നാളെ എന്ത് നടക്കും, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു പ്രത്യാശയില്ല. ദർ ഈസ് നോ ലൈറ്റ് ഇൻ ദ ടണൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുട്ടാണ്. ആ ടണൽ അങ്ങേയറ്റത്ത് ലൈറ്റ് കാണാൻ ഒന്നുമില്ല. ദർ ഈസ് നോ ഹോപ്പ് ഇൻ ലൈഫ്. മനസ്സിലായ? ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല. എന്താണ് നാളെ നടക്കാൻ? ദർ ഈസ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ് ഫോർ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ആ മനുഷ്യൻ കംപ്ലീറ്റ് പരാജയത്തിലേക്ക് പോകും, പരാജിതനായി പോകും. നാം എവിടേക്ക് പോകുന്നുവെന്ന് നമുക്കൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ പിശാചിന് നിഷ്പ്രയാസം നമ്മളെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയും. ഇതൊരു സാധാരണ തത്വമാണ്, ഈ ലോകത്തിലെ ഒരു തത്വമാണ്. ഇതാണ് ഇന്ന് ക്രിസ്ത്യാനിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇത്ര അധപതനത്തിലേക്ക് പോയിരിക്കുന്നതും സത്യവേദ പുസ്തകം എഴുതി ഇത്ര വ്യക്തമായിട്ട് കയ്യിൽ കാര്യങ്ങൾ തന്നിട്ടും കോടാനുകോടി ജനങ്ങള് ഈ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് ഇത്ര ശക്തമായിട്ട് നമുക്ക് സാത്താൻ ഈ സത്യത്തിൽ നമ്മളെ തെറ്റിച്ചിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയില്ലാതെ പോയിരിക്കുക. മർത്തമ സഭയുടെ നേതാവായിരുന്ന, ലീഡറായിരുന്ന, ചെയർമാനായിരുന്ന വലിയ തിരുമേനി ക്രിസോസ്റ്റം തിരുമേനി, എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുമേനിയാണ്, എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹവുമായിട്ട് നടന്നൊരു ഇന്റർവ്യൂ ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് ആ ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, തിരുമേനി സ്വർഗത്തിൽ പോകും എന്നുള്ളതിന് തിരുമേനിക്ക് ഉറപ്പുണ്ടോ
എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൈമലർത്തി കാണിച്ചു, എനിക്ക് ഒരു ഉറപ്പുമില്ല, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ദൈവത്തിനറിയാം, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുവാനായിട്ടിടയായി. ക്രിസോസ്റ്റം തിരുമേനി മാർത്തോമ സഭയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വിശ്വാസം ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താ? ഞാൻ മാർത്തോമയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ടാണ് ആ ഉദാഹരണങ്ങൾ പലപ്പോഴും കുറെ കൂടെ ധൈര്യമായിട്ട് എടുത്ത് പറയുന്നത്, മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ക്രിസ്ത്യാനി മുഴുവനും വിശ്വസിച്ചിരിക്കുന്നത് അവർക്കൊരു നാളെ എന്ത് നടക്കും. പക്ഷെ ഇന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 101% ഉറപ്പാണ്, കർത്താവിന്റെ വരവായാൽ നാം ചേർക്കപ്പെടും, നാം എല്ലാവരും ചേർക്കപ്പെടും. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമല്ല. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നെന്ന് പറയുമ്പോഴും നമുക്ക് ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷം കൂടിക്കൊണ്ടിരിക്കുക. കാര്യം കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുക്കുന്നു. ഏത് സമയത്തും അത് നടന്നു കഴിഞ്ഞാൽ അതൊരു ട്രാജഡി അല്ല, നമ്മുടെ നിത്യ സ്വർഗത്തിലേക്ക് നമ്മൾ എടുക്കപ്പെടുക. നിത്യം നമുക്ക് ഇവിടെ എന്ത് ചിന്തിക്കാമോ അതിന്റെ 10,000 മടങ്ങ് ജോയ്ഫുൾ ആ ഒരു അവസ്ഥയിലേക്ക് നാം ചേർക്കപ്പെടാൻ പോവുക. അങ്ങനൊരു സ്ഥലത്തേക്ക് നമ്മൾ ചേർക്കപ്പെടുമ്പോൾ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായെന്നോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നോ പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ സന്തോഷം വർദ്ധിക്കുക, നമ്മുടെ നിത്യതയിലേക്ക് നമ്മൾ ചേർക്കപ്പെടുക. ആ ഒരു പ്രത്യാശ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിക്കപ്പെടും. പല കാര്യങ്ങളും നമ്മൾ ഇവിടെ മുറുകെ പിടിക്കത്തില്ല. നമ്മൾ അനേകരെ സഹായിക്കാനായിട്ടും പല കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ ഏർപ്പെടാനായിട്ടും കാര്യം നമ്മുടെ പ്രത്യാശ അത്രയ്ക്ക് ഉറപ്പുള്ളതാണ്. ഇന്ന് അത് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന് ഇത്ര അധപതനം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് വന്നു പോയിരിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിൽ അസന്നിഗ്ധമായിട്ട് പറയാ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. മനസ്സിലായോ? ഇവിടെ സമാധാനം നമുക്ക് ലഭിക്കുമെന്നോ നമ്മൾ സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നോ നമ്മൾ അതിനെ യു ഷുഡ് കീപ് ഇറ്റ് എന്നോ യു ഷുഡ് വർക്ക് ഫോർ ഇറ്റ് എന്നോ അല്ല. വി ഹാവ് ഇറ്റ്, നമുക്കതുണ്ട് എന്ന് പറയുക. Therefore, being justified by faith, we have peace with God. ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമായി പറയുന്നത്, God through our Lord Jesus Christ. ഹല്ലേലൂയ. നമ്മളെ ദൈവം കാണുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ നിയമാവലികൾക്കിടയിൽ കൂടിയോ ഒന്നും അല്ല ദൈവം നമ്മളെ കാണുന്നത്. ദൈവം നമ്മളെ നോക്കുമ്പോൾ, തോമസ് ജോർജ് എന്നെ ഇപ്പൊ ദൈവം നോക്കുമ്പോൾ എൻ്റെ നടുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. കർത്താവ് കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായിരിക്കും. ആ കർത്താവിൽ കൂടാണ് എന്നെ കാണുന്നത്. ഞാൻ അവനിൽ മറിഞ്ഞിരിക്കുക, ഞാൻ അവനിൽ കൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുക. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് എൻ്റെ നടുവ് നിൽക്കുക. പണ്ട് അങ്ങനെ ആയിരുന്നല്ല. നമ്മള് പഴയ നിയമത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം 10 കൽപ്പനയും ന്യായപ്രമാണവും എല്ലാം കൊടുത്തിരിക്കുക. ദൈവം നോക്കുന്ന ആ പ്രമാണത്തിൽ കൂടാണ് നോക്കുന്നത്, ഇവൻ ഈ പ്രമാണം പാലിക്കുന്നുണ്ടോ എന്നാ നോക്കുന്നത്. മനസ്സിലായോ? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അന്നും പ്രമാണം കൊടുത്തിരുന്നെങ്കിലും അവർക്ക് ദൈവത്തെങ്കിലെ വിശ്വാസം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രമാണം കൊടുത്തിരുന്നത്. ഇരുന്നാലും ആ പ്രമാണത്തിൽ കൂടി അവരത് പാലിക്കുന്നുണ്ടോ എന്നാണ് നോക്കിയിരുന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു പ്രമാണവുമില്ല, അതെല്ലാം ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുക. ആ രക്തം അത് കർത്താവ് എന്നെ കാണുമ്പോൾ എൻ്റെ നടുവിൽ നിൽക്കുന്നത് കർത്താവ് പിതാവായ പുത്രനായ ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായിരിക്കുക. ഹല്ലേലൂയ. ഒരു ശക്തിക്കും എന്നെ അതിൽ നിന്ന് ഇനി മാറ്റുവാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധ ആത്മാവിലാൽ എന്നെ മുദ്രയിട്ടിരിക്കുക. അത്ര ഉറപ്പുള്ള വാക്യങ്ങളാണ് ഇതൊക്കെ. 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2-ാമത്തെ വാക്യം ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് നിർത്താം. അടുത്ത ദിവസം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. 2-ാമത്തെ വാക്യം. 2-ാമത്തെ വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. കണ്ടോ, ഇതൊരു ദൈവ കൃപയാണ്, കർത്താവിന്റെ ഈ കരുണയാ. ഇതിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുക. എങ്ങനെ? അവൻ മൂലം, കർത്താവായ യേശു ക്രിസ്തു മൂലം നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ഈ രക്ഷിക്കപ്പെട്ട് നാം ചേർക്കപ്പെടുക, നമ്മുടെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കും എന്ന് കർത്താവിന്റെ ആ കാഹളം ധ്വനിക്കുന്ന നാളിൽ നാം അവനിരിക്കുന്നത് പോലെ അവനെ കാണും. നാം ഈ ശരീരം മാറും, നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. ആ പ്രത്യാശയിൽ, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നാം പ്രശംസിക്കുക. ഒരു വാക്യം കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് കണ്ടില്ലയോ? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഒരു കണ്ണാടി കർത്താവിന്റെ
കണ്ണാടി മുന്നിൽ ഒരു കണ്ണാടി പിടിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടിയിൽ അടിച്ച് എങ്ങനെ പ്രതിബിംബിക്കുമോ അതുപോലായിത്തീരും നമ്മൾ. നാം എല്ലാം അതുപോലെ ദൈവിക തേജസ്സിനാൽ നിറയപ്പെടാൻ പോവുകയാണ്. ആ ദൈവിക തേജസ്സിനെ പോലെ കർത്താവിനെ പോലെ നാം ആയിത്തീരാനായിട്ട് പോകും. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി കണ്ടു. ആ തേജസ് പോലെ നമുക്ക് ദൈവ തേജസ് ലഭിക്കാൻ പോവുക. പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. കർത്താവിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട അതിലെ പ്രത്യാശ, അതിൽ നാം പ്രശംസിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ആ പ്രത്യാശ, ആ പ്രശംസ നമുക്കുണ്ട് എന്ന് പറയുക. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എത്ര പേർക്കുണ്ട് ഇന്ന് ആ പ്രശംസ? എത്ര ക്രിസ്ത്യാനികളുണ്ട് ഇന്ന് ഇതിൽ പ്രശംസിക്കുന്നവർ? എത്ര പേർക്ക് അറിയാം ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന്? റാപ്ചർ ഉണ്ടെന്നേ അറിയത്തില്ല, പിന്നല്ലേ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾക്ക് കർത്താവ് നമ്മെ ചേർപ്പാൻ വരുന്നു എന്ന് പോലും അറിയത്തില്ല. എന്താണ് നമ്മുടെ ആ ഹോപ്പ്? എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത്? ക്രിസ്ത്യാനിക്ക് എന്ത് സംഭവിക്കും എന്നേ അറിയത്തില്ല. പക്ഷെ യഹൂദന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര നിശ്ചയമാണ്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അങ്ങ് വീഡിയോ ചെയ്ത് തള്ളുക ആൾക്കാർ. നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയയും ഇല്ല. നമുക്ക് നമ്മുടെ ഉപദേശം എന്താണെന്നും വിശ്വാസം എന്താണെന്നും പോലും അറിയത്തില്ല. രണ്ടാമത്തെ വരവും അത് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടുത്തെ ഡിസ്കഷൻ മുഴുവൻ നടക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. സഭ എന്താണ്, സഭയ്ക്ക് എന്ത് സംഭവിക്കും, സഭ എങ്ങോട്ട് ചേർക്കപ്പെടും, സഭ എങ്ങനെ ആകാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. ഇവിടെ പറയുന്നുണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുക. ഇതെന്നൊക്കെ പറയുന്നത് ഒരിക്കൽ നമുക്ക് ലഭിച്ചിരിക്കുക, അല്ലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതല്ല. നിങ്ങളെ ഒരുത്തര് പോലും ഈ കാര്യം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഗീവ് യു ഗ്യാരണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ ഈ തിരുവചനത്തിലെ വെളിച്ചത്തിൽ ഞാൻ 101% നമുക്ക് നിത്യതയിൽ തുടരാ ബന്ധം പിരിയാ ബന്ധമായത് നിത്യതയിൽ നമ്മൾ കാണും. അന്ന് നിങ്ങൾ ഓരോരുത്തരും എന്നോട് നന്ദി പറയും, തോമസ് ബ്രദറെ ഈ കാര്യം പറഞ്ഞു തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയും. അതുപോലത്തെ ഒരു സ്വർഗീയ സത്യമാണ് ഈ നിങ്ങളുടെ മുമ്പിൽ പങ്കിടുന്നത്. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഓരോരുത്തർക്കും അവരവര് ദൈവം കൊടുക്കുന്ന തേജസ്സിന്റെ കനമുണ്ട്. അത് പല വിഷയങ്ങൾ അതിനെ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ നമ്മുടെ നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നൊക്കെ പറയാൻ കാര്യം അതാണ്. അങ്ങനെ നമ്മൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശ, ദൈവ തേജസ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. അതിന്റെ പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നു. എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്, എന്നാൽ ഞാൻ അധികം പോയി കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ട് മുന്നോട്ട് നമുക്ക് അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. 3-ാമത്തെ വാക്യം കൂടെ മാത്രം വായിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കഷ്ടങ്ങൾ വരുമ്പോൾ നാം എന്തുകൊണ്ട് പ്രശംസിക്കുന്നു? പൗലോസ് അപ്പോസ്തലൻ എന്താണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ കാര്യം? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർന്ന് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കുവാനായിട്ട് സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ മാക്സിമം 5-ാമത്തെ അധ്യായം കവർ ചെയ്യുവാനായിട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. നമുക്ക് ചേർന്ന് പഠിക്കാം. ഈ വാക്യം പല ആവർത്തി നിങ്ങൾ വായിക്കുവാനായിട്ട്, നിങ്ങൾക്ക് അത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാകുവാനും നിങ്ങളുടെ ഹൃദയഭിത്തികളിന്മേൽ അത് എഴുതിയിടുവാനും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത് ഒരു നീതി പ്രവർത്തികളാലുമല്ല, കർത്താവിലെ വിശ്വാസത്താലാണ്. അതിനായിട്ട് ദൈവം നമ്മളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. അനേകരെ അതിനായിട്ട് ഒരുക്കുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു.